അവരിൽ ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരും ഉണ്ടായിരുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവസാനം നാം വായിക്കുന്നുണ്ട്, അവരിൽ 5 കന്യകമാർക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. അവിടെ കതകുകൾ അടയപ്പെട്ടു. മത്തായി 25:11 അവർ കതകിൽ കൊട്ടിക്കൊണ്ട്, കർത്താവ് ഞങ്ങൾക്കും കഥ തുറക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അവർക്ക് കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമില്ലായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്നാൽ മത്തായി 7 പറയുന്ന ഈ കാര്യം വ്യത്യസ്തമാണ്. 23-ാം വാക്യം, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അവസാന നാളിൽ യേശുവിൻ്റെ അടുക്ക് വന്ന്, കർത്താവ് ഞങ്ങൾ അത്ഭുതം ചെയ്തു, ഞങ്ങൾ ഇത് നിനക്ക് വേണ്ടി ചെയ്തു, അത് ചെയ്തു എന്നൊക്കെ പറയുന്നവർ, ഞങ്ങൾ പ്രസംഗിച്ചു, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. അവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നല്ല, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞില്ല എന്ന് പറയുന്നു. ദൈവവചനം സദാപൂർവം വായിക്കണം. ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ലായിരുന്നു. അവർ നടന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കാം, അങ്ങനെ പണം സമ്പാദിച്ചിട്ടുണ്ടായിരിക്കാം, യേശുവിൻ്റെ ശക്തിയുള്ള പേരിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ യേശു ഇതാണ് പറയുന്നത്, നിങ്ങൾക്ക് ഞാനുമായിട്ടൊരു വ്യക്തിബന്ധമില്ലായിരുന്നു. എന്നാൽ ഇവിടെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്നല്ല പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഒരിക്കൽ വീണ്ടും ജനിച്ച ശേഷം പിന്മാറിപ്പോയൊരു വിശ്വാസിയാണ്. എന്തുകൊണ്ടാണ് അവൻ പിന്മാറിപ്പോയത്? കാരണം ക്രിസ്ത്യ ജീവിതത്തെ നിസ്സാരമായിട്ടെടുത്തു. ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്, എനിക്ക് കൂടുതലൊന്നും ചെയ്യണ്ട. 25 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തു, ഞാനൊരു സമ്മതപത്രത്തിൽ ഒപ്പിട്ടു, ഞാൻ സ്ഥിരമായിട്ട് സഭയിൽ പോകുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തവരാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന ഏറ്റവും വലിയ പിന്മാറ്റക്കാർ. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഇതൊരു വലിയ വ്യത്യാസമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഒരു കൂട്ടർ തയ്യാറായിരുന്നപ്പം മറ്റേ ആളുകൾ തയ്യാറാകാതിരുന്നത്? ഈ 5 കന്യകമാർ അവർ വിളക്കോടുകൂടെ അധികം എണ്ണ കരുതിയില്ല. ഭാവിയിൽ എന്ത് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ധാരണയില്ലായിരുന്നു. അവർ മണവാളൻ വരാൻ താമസിക്കുമെന്ന് അവർ ചിന്തിച്ചില്ല. അതുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യം ഇതാണ്, ഈ 10 കന്യകമാരുടെയും വിളക്കുകൾ കത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു എല്ലാവരുടെയും. അതെന്താണ് കാണിക്കുക? നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പ് പ്രകാശിക്കട്ടെ. അവർ നിങ്ങളുടെ ജീവിതം കണ്ടു, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടു പിതാവിനെ മഹത്വപ്പെടുത്തണം. 10 പേർക്കും അതുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമുക്കറിയാം. 8-ാം വാക്യത്തിൽ മണവാളൻ വന്നപ്പം ബുദ്ധിയില്ലാത്ത കന്യകമാരെ ഇങ്ങനെ പറയുകയാണ്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നു. ആ വിളക്ക് ആ സമയം വരെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ മണവാളൻ വരുന്നതിന് മുമ്പ് ആ വിളക്ക് കെട്ടുപോകാൻ തുടങ്ങി. ആ വിളക്കിലെ എണ്ണ തീർന്നുപോയി. എന്നാൽ ആ ബുദ്ധിയുള്ള കന്യമാർ വിളക്കോടുകൂടി എണ്ണ കരുതി അവരുടെ പോക്കറ്റിലോ മറ്റോ അവർ ആ എണ്ണ സൂക്ഷിച്ചു. അത് മറിഞ്ഞിരുന്നു, ആരും കണ്ടില്ല. അവരത് വിളക്കിലൊഴിച്ച് വിളക്ക് പിന്നെയും കത്താൻ തുടങ്ങി. അതുകൊണ്ട് ഇവിടെ 2 കാര്യം കാണുന്നു. ഒന്ന് വിളക്കാണ്, മറ്റേത് എണ്ണ കരുതിയ പാത്രം. ആ വിളക്ക് മറ്റുള്ളവർക്ക് കാണാം, എണ്ണ സൂക്ഷിച്ച പാത്രം പോക്കറ്റിലാണ്. അത് ചൂണ്ടിക്കാണിക്കുന്ന അകത്തുള്ള ജീവിതവും പുറമേ ഉള്ള ജീവിതവുമാണ്, നമ്മുടെ ആന്തരിക ജീവിതം. അത് മറ്റുള്ളവർ കാണുന്നില്ല. എണ്ണപ്പാത്രം. ബുദ്ധിയുള്ള കന്യകമാർക്ക് വിളക്കും വിളക്കോടുകൂടി എണ്ണപ്പാത്രം ഉണ്ടായിരുന്നു. ഒരാന്തരിക ജീവിതം അതുപോലെ എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ആ ആന്തരിക ജീവിതം ആരും കാണുന്നില്ല. ആ എണ്ണപ്പാത്രം അത് സൂക്ഷിച്ചിരുന്നത് അവരുടെ പോക്കറ്റിലാണ്. ആ വിളക്ക് അത് എല്ലാവർക്കും കാണാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാം ബാഹ്യമായൊരു ജീവിതമുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ആന്തരിക ജീവിതത്തേക്കാൾ ബാഹ്യജീവിതം വെടിപ്പേറിയതായി കാണുന്നെങ്കിൽ നിങ്ങളെ വിവരിക്കുന്ന ഒരു വാക്കുണ്ട്, കപടഭക്തൻ. നിങ്ങളെ ആരെയും അപമാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സത്യം പറയാനായിട്ട് വിളിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനായതുകൊണ്ട് എനിക്ക് സത്യം പറയണം. ഞാൻ ഈ സത്യം നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ ആന്തരിക ജീവിതം നിങ്ങളുടെ ബാഹ്യ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ മറ്റ് ക്രിസ്ത്യാനികളുടെ മധ്യേ നിങ്ങൾക്കൊരു നല്ല പേര് കാണും, ഒരു നല്ല ദൈവഭക്തനായ മനുഷ്യൻ എന്നുള്ള പേര്. എന്നാൽ നിങ്ങളുടെ ആന്തരിക ജീവിതം അത് വളരെ വ്യത്യസ്തമാണ്. മറ്റാർക്കും അത് കാണാൻ കഴിയും, നിങ്ങളുടെ ഭാര്യയ്ക്കും കഴിയില്ല. നീ ഒരു കപടഭക്തനാണോ?
കപടഭക്തൻ എന്നുള്ളത് ഒരു ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം അഭിനേതാവെന്നാണ്. ഒരു ഭാഗം അഭിനയിക്കുന്ന നടൻ. ഹോളിവുഡിലുള്ള നടന്മാർ മോശമായിട്ടും മറ്റും അഭിനയിക്കാറുണ്ട്. അവൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ അവനൊരു മദ്യപാനിയോ പല വിവാഹമോചനം ചെയ്തവനോ ആകാം. അധാർമിക ജീവിതം നയിക്കുന്ന ആളായിരിക്കും. എന്നാൽ അവൻ അഭിനയിക്കുന്ന സ്ഥാനത്തേക്ക് വരുമ്പം അവൻ മോശയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ മനുഷ്യൻ, കൃപയുള്ള സംസാരം, വിശുദ്ധനെ പോലെ പെരുമാറുന്നു. എന്നാൽ അവൻ അഭിനയിക്കുന്ന കുറേ മണിക്കൂറത്തേക്ക് അതുള്ളൂ. അതിനുശേഷം രാത്രിയിൽ അവൻ വീട്ടിലേക്ക് പോകുന്നു. അവൻ്റെ ആ പഴയ അധാർമിക ജീവിതത്തിലേക്ക് പോകുന്നു. അടുത്ത ദിവസം സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പം പിന്നെയും ഇന്നലത്തെ പോലെ മോശമാകുന്നു. ഇതിനെയാണ് അഭിനയം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ. ഇതുപോലെ ഒരു ക്രിസ്ത്യാനി അവൻ സഭയിലേക്ക് പോകുമ്പോൾ മറ്റ് വിശ്വാസികളെ കാണുമ്പോൾ ഇതുപോലെ തന്നെ അവൻ അഭിനയിക്കുന്നു. എന്നാൽ അവൻ്റെ വീട്ടിൽ അവൻ ഭാര്യയോട് സംസാരിക്കും. അവൻ തികച്ചും വ്യത്യസ്തനായ ഒരാളാണ്. അതുപോലെ അവൻ പുറത്ത് മറ്റ് സ്ത്രീകളെ കാണുമ്പം അവരോടുള്ള ഇടപാടിൽ അവൻ്റെ ഭാര്യ അവനെ കാണാതെ ഇരിക്കുമ്പം അതൊന്നും ആർക്കും അറിയില്ല. ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് അവൻ്റെ ഫോണിലോ കമ്പ്യൂട്ടറിലോ അവൻ രഹസ്യമായിട്ട് കാണുന്ന കാര്യങ്ങൾ മറ്റാരും അവനെ കാണാതിരിക്കുമ്പോൾ അശ്ലീല ചിത്രങ്ങൾ കാണുന്ന പോലുള്ള കാര്യം. ദൈവവും പിശാചുക്കളും ദൂതന്മാരും കാണുന്നു. പിശാചുക്കളും ഭൂതവും ചിരിക്കുന്നു. ഈ മനുഷ്യൻ്റെ വിശ്വാസമാണെന്ന് പറയുന്നത്. എന്നാൽ ഇവൻ എന്താ കാണുന്നു? ദൈവമേ, ഇവൻ നിന്നെ വിശ്വസിക്കുന്നവനാണെന്നാണ് പറയുന്നത്. അവൻ ഈ കമ്പ്യൂട്ടറിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, വിശ്വാസികൾ ദൈവത്തിൻ്റെ നാമത്തിന് എത്രമാത്രം അപമാനമാണ് വരുത്തുന്നെന്ന്? ദൈവത്തിന് മുമ്പിൽ പിശാച് അവരെ കളിയാക്കുന്നു. അവർ രഹസ്യമായിട്ട് അശ്ലീല ചിത്രങ്ങൾ കാണുമ്പം, മറ്റു സ്ത്രീകളോട് യോഗ്യമല്ലാതെ പെരുമാറുമ്പം, രഹസ്യമായിട്ട് മറ്റു സ്ത്രീകളെ മോഹിക്കുമ്പം, ഇവിടെ പിശാച് അവരെ അല്ല ചൂണ്ടുന്നത്, ദൈവത്തെയാണ് വിരൽ ചൂണ്ടുന്നത്. വെളിപാട് പുസ്തകം 12 സഹോദരന്മാരെ രാപ്പകൽ കുറ്റപ്പെടുത്തുന്നവനാണ്. വെളിപാട് പുസ്തകം 12:10 അവൻ സഹോദരന്മാരെ രാപ്പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റപ്പെടുത്തുന്നവനാണ്. നിങ്ങൾ മുഴുസമയ ശുശ്രൂഷ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. പൂർണ്ണസമയ ശുശ്രൂഷകരെന്ന് ചില ക്രിസ്ത്യാനികൾ പറയാറുണ്ട്. യഥാർത്ഥ മുഴുസമയ ശുശ്രൂഷൻ പിശാചാണ്. വെളിപാട് പുസ്തകം 12:10 രാപ്പകൽ ദൈവത്തിന് മുമ്പിൽ സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നതാണ് അവൻ്റെ പണി. അവന് ദൈവത്തോടൊരു കള്ളം പറയാൻ കഴിയില്ല. ഒരു കള്ളം പറഞ്ഞുകൊണ്ടായിരിക്കാം മനുഷ്യർ തമ്മിൽ കുറ്റപ്പെടുത്തുന്നത്. ഈ സഹോദരൻ ഇങ്ങനെ ചെയ്തു, ആ സഹോദരൻ അങ്ങനെ ചെയ്തു. അതൊരു പക്ഷേ സത്യമായിരിക്കണമെന്നില്ല. എന്നാൽ പിശാചിന് ദൈവത്തിന് മുമ്പാകെ കള്ളം പറയാൻ കഴിയത്തില്ല. നിന്റെ ഈ മകൻ ഇങ്ങനെ ചെയ്തു എന്ന് അവൻ പറയുമ്പം അവൻ പറയുന്നത് സത്യമാണ്. കർത്താവേ, നീ ഇത് കാണുന്നുണ്ടോ? നിന്റെ ഈ മകൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നോക്കി അവൻ എന്താ കമ്പ്യൂട്ടർ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഫോണിൽ. ദൈവത്തിന് എന്ത് പറയാൻ കഴിയും? അവനെൻ്റെ മകനാണ്, അങ്ങനെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. കുപ്പയാണത്. ദൈവം ഒരിക്കലും അങ്ങനെ പറയുകയില്ല. ദൈവം നീതിമാനും വിശുദ്ധനുമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അനീതി ഉണ്ടെങ്കിൽ ദൈവം അത് സാരമില്ല എന്ന് പറയുകയില്ല. ആ കാര്യത്തെ ഓർത്ത് ഒരു ആഴമായിട്ട് മാനസാന്തരം നിന്നിലില്ലെങ്കിൽ നീ തെന്നി വീണതായിരിക്കാം. വിശ്വാസികൾ തെന്നി വീഴാം. അവർ തെന്നി വീണതാണെങ്കിൽ ആഴമായിട്ടുള്ളൊരു മാനസാന്തരം ഉണ്ടായിരിക്കും. ആ ആഴമായിട്ടോ മാനസാന്തരം അവിടെ ഇല്ലെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരന്മാർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വീണ്ടും ജനിച്ച ഒരാളല്ല. നിങ്ങളിത് ആരും പറയുന്നത് കേട്ടിട്ടില്ലായിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കുകയാണ്. ആ കാര്യത്തെപ്പറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ആഴമായിട്ടുള്ളൊരു മാനസാന്തരം ഇല്ലെങ്കിൽ നീ വീണ ആ പാപത്തെ ഓർത്ത്, അല്ലെങ്കിൽ നീ വീണുകൊണ്ടിരിക്കുന്ന പാപത്തെ ഓർത്ത് നീ പാപത്തോടൊപ്പം കളിക്കുകയാണ്, ദൈവത്തോടും കളിക്കുകയാണ്. കർത്താവ് വരുമ്പോൾ നിനക്ക് വലിയ അത്ഭുതം ഉണ്ടായിരിക്കും. നീ അവിടെ കർത്താവിനോടുകൂടെ കാണത്തില്ല. ഇത് പറയുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ നിങ്ങളെ ഓർപ്പിച്ചില്ലെന്ന് അന്ന് നിങ്ങൾ എന്നോട് പറയരുത്. ഞാൻ പ്രസംഗിക്കുന്ന സഭയിലുള്ള അനേകരോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 45 കൊല്ലമായിട്ട് പല സഭകളിലുള്ള പല സഹോദരന്മാരോട് അവരോട് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, കേൾക്കുക. നിങ്ങൾ എന്നെ തുടർച്ചയായിട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം. ഞാൻ പറഞ്ഞത് നീ ഗൗരവത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഉറപ്പ് തരാം, നീ കർത്താവ് വരുമ്പോൾ തയ്യാറുള്ളവനായിരിക്കും. യൂട്യൂബിൽ എൻ്റെ 2000-ഓളം പ്രസംഗമുണ്ട്. അത് നിങ്ങൾ കേട്ടാൽ കർത്താവിന് വരവിന് വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കും. എന്നാൽ അത് നിങ്ങൾ ഗൗരവത്തിൽ എടുത്തില്ലെങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങളെ വരവിന് വേണ്ടി തയ്യാറായിരിക്കുകയില്ല. ആ ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല, ഞാൻ CFC പോകുന്ന ആളായിരുന്നു, ഞാൻ സാഗ്ബറിൻ്റെ പ്രസംഗം കേട്ടു, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. യോഹന്നാൻ അപ്പോസ്തലൻ പരീശന്മാരോട് പറഞ്ഞു, അവർ പറഞ്ഞത് അബ്രഹാം ജനങ്ങളുടെ പിതാവാണെന്ന്. അതുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളെല്ലാം നശിച്ചു പോകും. ഞാനും അത് തന്നെയാണ് പറയുന്നത്.